ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ദേവിയുടെ അടുത്തായിട്ട് ഗോമതി ഇങ്ങനെ ഇരിക്കുകയാണ്. ആകെ ബഹളം വെച്ച ദേവിക്ക് സെഡേഷൻ കൊടുത്ത് മയക്കിയിരിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചെറുതായിട്ട് പിച്ചും പേയും ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. മോളെ, ദേവി മോളെ, നീ ഈ സത്യം ഉൾക്കൊള്ളു മോളെ, ഇങ്ങനെ തകർന്നു പോകല്ലേ എന്നൊക്കെ അടുത്ത് ഇരുന്ന് ഗോമതി കരഞ്ഞുകൊണ്ട് പറയാണ്. ഇതേ സമയം ബാലൻ പുറത്തിറങ്ങി പോവാണ് കേട്ടോ. പുറത്തിരുന്ന് ബാലനും തൻ്റെ സങ്കടം സഹിക്ക വയ്യാതെ കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഒരു കോൾ വരുന്നത്. എടുത്തു നോക്കുമ്പം അത് രാമേട്ടനാ. രാമേട്ടൻ ചോദിക്കും, എടാ ബാല, നീ ഇത് എവിടെയാ? ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പോയിട്ട് ഇതെന്താ ഇത്രയും താമസിക്കുന്നത്? വേഗം വന്നേ, നിനക്ക് ഇന്നാ ഡീലറെ കാണാൻ പോകേണ്ട ദിവസമല്ലേ, നീ എന്താ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത എന്ന് ചോദിക്കുക. രാമേട്ട, ഞാൻ പിന്നെ വിളിക്കാം. എടാ, എന്ത് പറ്റിയടാ? ഇതെന്താ തൻ്റെ സൗണ്ടൊക്കെ വല്ലാതിരിക്കുന്നത്? ബാല, സത്യം പറ, എന്താ സംഭവിച്ചത്? രാമേട്ട, ഞാനിപ്പോൾ ഹോസ്പിറ്റലിലാ. ഹോസ്പിറ്റലിലോ? ഏതോ ഹോസ്പിറ്റലിൽ? സിറ്റി ഹോസ്പിറ്റൽ. അതെന്താ അവിടെ? എന്താ സംഭവിച്ചത്? നീ എന്തിനാ ബാല കരയുന്നേ? കാര്യം പറയടാ എന്നപ്പം രാമേട്ട നിർബന്ധിക്കുക. അത് കേൾക്കുന്ന ബാലൻ പറയും, രാമേട്ട, ദൈവങ്ങളെ ഞങ്ങളുടെ കുടുംബത്തെ പരീക്ഷിച്ച് മതിയായിട്ടില്ല രാമേട്ട, അതുകൊണ്ടല്ലേ ഞങ്ങളുടെ കുഞ്ഞ് അത് പോയി രാമേട്ട. കുഞ്ഞു പോവുകയോ? നീ എന്തൊക്കെയായി പറയുന്നേ? ദേവിമോളുടെ വയറ്റിൽ വളരുന്ന ആ കുഞ്ഞിനെ പറ്റി എനിക്കും ഗോമതിക്കും എന്തുമാത്രം പ്രതീക്ഷകളായിരുന്നു. ആ കുഞ്ഞ് വളരുന്നതും ഞങ്ങളെ അപ്പൂപ്പാന്നും അമ്മൂമ്മന്നും വിളിക്കുന്നതും എൻ്റെ കൈ പിടിച്ച് അവൻ കടയിലേക്ക് വരുന്നതുമൊക്കെ എന്തുമാത്രം ഞാൻ സ്വപ്നം കണ്ടതാ. എൻ്റെ ആനന്ദും ദേവിയും ആ കുഞ്ഞിനെ ചുറ്റിപ്പറ്റി തന്നെയായിരുന്നു അവരുടെ ജീവിതം പോലും. എല്ലാം തകർന്നു ബാലേട്ട. ആ കുഞ്ഞു പോയി, ഞങ്ങളുടെ സ്വപ്നം നഷ്ടപ്പെട്ടു ബാലേട്ട. അറിഞ്ഞുകൊണ്ട് ആരോടും ഒരു തെറ്റും ഞങ്ങൾ ചെയ്തിട്ടില്ല. എന്നിട്ടും ദൈവം എന്തിനാണോ ഞങ്ങളെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഇങ്ങനെ സന്തോഷം തന്ന് അത് നഷ്ടപ്പെടുത്താനായിരുന്നെങ്കിൽ അത് തരേണ്ടിയിരുന്നില്ല ബാലേട്ട എന്നൊക്കെ പറഞ്ഞ് ബാലൻ രാമേട്ടൻ്റെ മുന്നിൽ കരയാണ് കേട്ടോ. ഇത് കേൾക്കുന്ന രാമേട്ടൻ പറയും, നീ സങ്കടപ്പെടാതെടാ, നീ എന്തായാലും ആശുപത്രി തന്നെ നിൽക്ക്. ഇപ്പം നിൻ്റെ ആവശ്യം അവിടെയുണ്ട്. ഞാൻ കടയിലേക്ക് ചെന്നിട്ട് ആകാശിനെയും ധർമ്മനെയും കൂടി അവിടേക്ക് പറഞ്ഞു വിടാം എന്ന് പറയണേ. അത് കേൾക്കുന്ന ബാലൻ പറയും, കട അടച്ച് രാമേട്ടൻ താക്കോലുമായിട്ട് പൊയ്ക്കോളൂ എന്ന് പറയാണ് കേട്ടോ. അതൊക്കെ ഞാൻ വേണ്ട പോലെ ചെയ്തോളാം, നീ സമാധാനമായിട്ടിരിക്കട്ടോ, ഇപ്പം തന്നെ ഞാൻ അവരെ അങ്ങോട്ട് വിടാം എന്ന് പറഞ്ഞ് രാമേട്ടൻ ഫോൺ കട്ടിയാണ് കേട്ടോ. അപ്പോൾ ഈ വാർത്ത കേട്ട രാമേട്ടനും വളരെയധികം സങ്കടം തോന്നുക. എന്തിനാ ഈശ്വര ആ കുടുംബത്തെ ഇതുപോലെ പരീക്ഷിക്കുന്നത്? മനസ്സിൽ നന്മയുള്ളവരാ അവിടെയുള്ള എല്ലാവരും, എന്നിട്ടും അവർക്കെന്നും ഇങ്ങനെ ഓരോരോ പരീക്ഷണങ്ങളാണല്ലോ എന്നിങ്ങനെ പറയുകയാണേ. ഇതേ സമയം ഒരുപാട് ബഹളം വെച്ചതുകൊണ്ട് നമ്മുടെ ആനന്ദിനെയും സെഡേഷൻ കൊടുത്ത് മയക്കി കിടത്തിയിരിക്കുക. അപ്പം അതിൻ്റെ അടുത്തായിട്ട് ഗോമതിയും ബാലനും മീനും ഒക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് മയക്കത്തിൽ പിച്ചും പേയും ഒക്കെ പറയുന്ന ആനന്ദിനെ കാണുന്ന ഗോമതിക്ക് സങ്കടം വരിക. മോനെ ആനന്ദേ, കണ്ണ് തുറക്കടാ, എടാ കണ്ണ് തുറക്ക് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് കേട്ടോ. ഇത് കേൾക്കുന്ന മീന് പറയും, അമ്മേ, ആനന്ദേട്ടൻ സെഡേഷൻ്റെ മയക്കത്തിൽ പിച്ചും പേയും പറയുന്നതാ, അത് നമുക്ക് ആരും ആക്കണ്ട, ഉണരുന്ന് കഴിയുമ്പോൾ അമ്മയ്ക്ക് സംസാരിക്കാം എന്ന് പറയണേ. അപ്പം ഗോമതിയോട് ബാലനും പറയും, മീനുപോളും പറയുന്നതാ ശരി എന്ന് പറയാം. ഇതേ സമയം രാമേട്ടനിൽ നിന്ന് കാര്യങ്ങളൊക്കെ അറിഞ്ഞ ആകാശ് പെട്ടെന്ന് തന്നെ ആര്യനെ ഫോൺ വിളിക്കാം. എടാ ആര്യ, നീ പെട്ടെന്ന് ജോലി നിർത്തി സിറ്റി ഹോസ്പിറ്റലിലേക്ക് വാ. എന്തു പറ്റിയേട്ടാ? അതെന്തിനാ സിറ്റി ഹോസ്പിറ്റലിലേക്ക് വരുന്നത്? എടാ, ഏടത്തി അവിടെ അഡ്മിറ്റാ, അവിടെയാ എല്ലാവരും. ഇപ്പോഴാ അച്ഛൻ രാമേട്ടനെ വിളിച്ച് പറഞ്ഞത്. രാമേട്ടൻ വഴിയാ ഞാൻ അറിഞ്ഞ്. നീ അങ്ങോട്ട് വരാൻ നോക്ക്. ശരി ഏട്ടാ എന്നും പറഞ്ഞ് ടെൻഷൻ അടിച്ച് ആര്യനും ഫോൺ കട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ ആകാശും ആര്യനും ഒക്കെ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് തുടങ്ങുക. ബോധം വരുന്ന നമ്മുടെ ആനന്ദിനോട് ബാലൻ പറയാണ്, മോനെ ആനന്ദേ, നീ പോയി ദേവിമോളെ ഒന്ന് കാണടാ എന്ന് പറയാം. അപ്പം ആനന്ദ് അതൊന്നും കേൾക്കുന്ന പോലും ഇല്ല. അപ്പോൾ ഗോമതിയും പറയും, ദേവിമോക്ക് ബോധം തെളിഞ്ഞപ്പോൾ തൊട്ട് നിന്നെ കാണണമെന്നാണ് അവൾ ആഗ്രഹിക്കുന്നത്. എത്ര തവണ ഞങ്ങളോട് ചോദിച്ചെന്നോ നീ എന്താ വരാത്തതെന്ന്. ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങൾ ഒരു വിധത്തിൽ അവളെ വിശ്വസിപ്പിച്ചുകൊണ്ടിരുന്നേ. ഇനിയിപ്പോൾ നീ ഒന്ന് പോയി കണ്ട് അവളോട് രണ്ട് നല്ല വാക്ക് പറ മോനെ. നിൻ്റെ ആശ്വാസവാക്കുകൾ ആ കുഞ്ഞിന് ഇപ്പം ഒരുപാട് കരുത്തേകും എന്ന് പറയണേ. അപ്പോൾ പെട്ടെന്ന് ആനന്ദ് പറയും, എനിക്കാരും കാണണ്ട, എനിക്കാരും കാണാനും പറ്റില്ല എന്ന് പറയാം. അത് കേൾക്കുന്ന മീനു പറയും, ദേവിയെടുത്തിയുടെ അവസ്ഥയും ആനന്ദേട്ടനെ പോലെ തന്നെയല്ലേ. സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഒരമ്മയാ ദേവിയെടുത്തി. എന്തുമാത്രം ദുഃഖം കാണും. ആനന്ദേട്ടൻ അത് ഉൾക്കൊണ്ടുകൊണ്ട് ഒന്ന് ചെന്ന് കണ്ട് രണ്ട് നല്ല വാക്ക് പറഞ്ഞാൽ അത് ദേവിയെടുത്തിയുടെ മനസ്സിന് ഒരു ആശ്വാസം നൽകും എന്ന് മീനു പറയാം. എനിക്കാരെയും കാണണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്നും ചോദിച്ചുകൊണ്ട് വീണ്ടും ആനന്ദ് വയലൻ്റ് ആകുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും ബാലൻ പറയും, വേണ്ട മോനെ, നിനക്കാരെയും കാണണ്ടെങ്കിൽ നീ കാണണ്ട, എൻ്റെ മോനിവിടെ കിടക്ക്, നീ സമാധാനത്തോടെ ഇരുന്നാൽ മതി എന്ന് പറയണേ. അപ്പം ഗോമതി വീണ്ടും സംസാരിക്കാൻ പതിയെ നമ്മുടെ ബാലനാണ് ഗോമതിയെ വിലക്കാണ്, ആനന്ദിനോട് ഒന്നും സംസാരിക്കരുത്, വാശി പിടിപ്പിക്കരുത് എന്നുള്ള രീതിയിൽ. എന്നിട്ട് ബാലൻ പറയും, മോൻ ഇവിടെ കിടന്നോ, ഒരു കുഴപ്പമില്ല, മോന് സമാധാനമാകുമ്പം പതിയെ പോയി ദേവിമോളെ കണ്ടാൽ മതി കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുക. അതിനുശേഷം നമ്മുടെ
ബാലനും ഗോമതിയും കൂടി നേരെ ദേവിയുടെ അടുത്തേക്ക് ചെല്ലുക. അപ്പോൾ അവരെ കാണുമ്പോൾ തന്നെ ചോദിക്കും, ബാലച്ച ആനന്ദേട്ടൻ വന്നില്ലേ എന്ന് ചോദിക്കുക. ഇപ്പം വരും മോളെ, അവൻ ഇപ്പം വരൂ കേട്ടോ, എൻ്റെ മോള് സങ്കടപ്പെടണ്ട എന്ന് പറയാം. ആനന്ദേട്ടൻ സത്യങ്ങളൊക്കെ അറിഞ്ഞില്ലെങ്കിൽ ഒന്നും അറിയിക്കല്ലേ ബാലച്ച എന്ന് പറയാം. ഈ കുഞ്ഞ് നഷ്ടപ്പെട്ട കാര്യം ആ മനുഷ്യന് താങ്ങാനായിട്ട് സാധിക്കില്ല. ആ മനുഷ്യൻ അത്രയേറെ ആഗ്രഹിച്ചതാ ഈ കുഞ്ഞിൻ്റെ വളർച്ച. ഈ കുഞ്ഞ് ജനിക്കുന്നതും കാത്തിരുന്ന മനുഷ്യന് ആ മനുഷ്യനത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. എൻ്റെ ആനന്ദേട്ടൻ ആകെ തകർന്നു പോകും. ഞാനാണ് ഈ കുഞ്ഞിനെ വയറ്റിൽ ചുമന്നിരുന്നെങ്കിലും എൻ്റെ ആനന്ദേട്ടൻ അതിനെ ഹൃദയത്തിൽ ഓരോ നിമിഷവും ചുമന്നിരുന്നത്. അത്രയ്ക്കേറെ ആഗ്രഹിച്ചു മോഹിച്ചിട്ട് ദൈവം എന്തുകൊണ്ടാണ് ഞങ്ങളെ ഇങ്ങനെ പരീക്ഷിച്ചത് എന്നും പറഞ്ഞ് ദേവി കരയാണ്. എൻ്റെ ആനന്ദേട്ടന് സത്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ അറിയിക്കല്ലേ ബാലച്ച, ഞാൻ അറിയിച്ചോളാം. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആനന്ദേട്ടൻ അത് ഉൾക്കൊള്ളാൻ സാധിക്കും. ആനന്ദേട്ടൻ്റെ സങ്കടവും ദേഷ്യവും ഒക്കെ എനിക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. ഞാൻ ഈ ബെഡിൽ നിന്നൊന്ന് എഴുന്നേറ്റോട്ടെ എന്നിട്ട് പറഞ്ഞോളാം എന്ന് പറയാം. അപ്പം ബാലൻ അങ്ങനെ മതി കേട്ടോ, മോള് തന്നെ പറഞ്ഞ് ആനന്ദിനെ മനസ്സിലാക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ. നിങ്ങൾ ആരും പറയണ്ട, ഞാൻ പറഞ്ഞോളാം. എൻ്റെ ആനന്ദേട്ടൻ തകരുന്നത് എനിക്ക് കാണാൻ കഴിയില്ല ബാലച്ച എന്നും പറഞ്ഞ് കരയാം. ഇതെന്താ ആനന്ദേട്ടൻ ഇത്രയും നേരമായിട്ട് വരാത്തത് ബാലച്ച, ഇപ്പോൾ കുറേ സമയമായില്ലേ എന്ന് വീണ്ടും ചോദിക്കുകയാണ് കേട്ടോ. അത് മോളി ബെഡിൽ കിടക്കുന്നത് കൊണ്ട് തോന്നുന്നതാ, ഒരുപാട് സമയമായെന്ന്. കുറച്ച് സമയമായുള്ളൂ, മീനു പോയിട്ടുണ്ട്, ഇപ്പം തന്നെ വിളിച്ചോണ്ട് വരും കേട്ടോ. മീനു പോയിട്ട് ഒത്തിരി സമയമായി, ബാലച്ചൻ എന്നോട് കള്ളം പറയുന്നതാ. ഇല്ലെന്നേ, ഇപ്പം തന്നെ വരും. പെട്ടെന്ന് ആ മീനു അങ്ങോട്ട് കയറി വരുന്നത്. മീനു, ആനന്ദേട്ടൻ എന്താ വന്നില്ലേ എന്ന് ചോദിക്കുക. അപ്പം ഗോമതി പെട്ടെന്ന് പറയല്ല എന്നുള്ള രീതിയിൽ തലയാട്ടാണ് കേട്ടോ. അത് കാണുന്ന മീനു പറയും, വരും ദേവിയടുത്തി, ഇപ്പം തന്നെ വരും കേട്ടോ. അത് ബില്ലൊക്കെ അടയ്ക്കേണ്ട സമയമായിട്ടുണ്ട്. അവർ വന്ന് ബില്ലെല്ലാം സെറ്റിൽ ചെയ്യാൻ പറഞ്ഞു. അതുകൊണ്ട് ആനന്ദേട്ടൻ കൗണ്ടറിലേക്ക് പോയതാ, ഇപ്പം തന്നെ വരും ഇടത്തെ കാണാനായിട്ട് എന്ന് പറയാം. വരുമല്ലോ അല്ലേ മീനു, നീ എൻ്റെ ആനന്ദേട്ടനോട് കുഞ്ഞ് നഷ്ടപ്പെട്ട കാര്യം പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കും. അപ്പോൾ എന്ത് പറയണമെന്ന് ഗോമതിയെ നോക്കുമ്പം പറയരുത് എന്ന് ഗോമതി കാണിക്കുകയാണ്. അപ്പം മീനു പറയും, ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ല. ആരും പറയണ്ട, ഞാൻ തന്നെ പറഞ്ഞോളാം. ഞാൻ പറഞ്ഞാൽ എൻ്റെ ആനന്ദേട്ടൻ ആ സങ്കടം ഉൾക്കൊള്ളും, നിയന്ത്രിക്കും. അല്ലെങ്കിൽ ആ മനുഷ്യൻ ആകെ തകർന്നു പോകും. അതെനിക്ക് കാണാനായിട്ട് സാധിക്കില്ല എന്നും പറഞ്ഞ് ദേവി കരയാണ് കേട്ടോ. അപ്പോൾ ദേവിയോട് എന്ത് പറയണമെന്നറിയാതെ ഗോമതി അതുപോലെ ബാലനും നോക്കുക. പെട്ടെന്ന് മീനു ചോദിക്കുക, ഞാനൊരു കാര്യം പറഞ്ഞാൽ ഏടത്തി അത് അനുസരിക്കുമോ എന്ന് ചോദിക്കുക. ഞാൻ അനുസരിക്കും എന്ന് പറയാം. അച്ഛനോടും അമ്മയോടും കൂടിയാ ഞാനിത് പറയുന്നേ എന്ന് അപ്പം പെട്ടെന്ന് മീനു പറയാം. പെട്ടെന്ന് ഗോമതി ചോദിക്കും, എന്താ മീനു, ഒരു കാരണവശാലും ആനന്ദേട്ടൻ അറിയാൻ പാടില്ല, അലോക് കാരണമാണ് കുഞ്ഞിനെ നഷ്ടപ്പെട്ടതെന്ന് പറയണം കേട്ടോ. അത് കേൾക്കുന്ന ഗോമതിയും ദേവിയും ഞെട്ടലോടെ മീനുവിനെ നോക്കുക. ബാലൻ പെട്ടെന്ന് ആ റൂമിൽ നിന്ന് അങ്ങ് ഇറങ്ങി പുറത്തേക്ക് പോവാണ് കേട്ടോ. അപ്പം മീനു പറയും, അങ്ങനെ ചെയ്തേ മതിയാകൂ അമ്മേ എന്ന് പറയാം. അത് കേൾക്കുന്ന ദേവിയും പറയും, ആനന്ദേട്ടൻ അറിയണ്ട, സത്യങ്ങളൊന്നും എൻ്റെ ആനന്ദേട്ടനോട് പറയണ്ട എന്ന് പറയാം. അപ്പോൾ പുറത്തേക്ക് പോകുന്ന ബാലൻ്റെ പിന്നാലെ മീനുവും ചെല്ലാം. അച്ഛൻ്റെ മാനസികാവസ്ഥ ആരെക്കാളും എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഇപ്പം നമ്മൾ അങ്ങനെ പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മുടെ കുടുംബം എന്നേക്കുമായിട്ട് തകർന്നു പോകും അച്ഛാ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ അവൻ എൻ്റെ കുടുംബത്തിൽ കയറിയാണ് കളിച്ചത്. എൻ്റെ പേരക്കുഞ്ഞിനെ അവൻ ഇല്ലാതാക്കിയത്. അവനോട് ഞാൻ എങ്ങനെ ക്ഷമിക്കും? അത് ഞാൻ എങ്ങനെയൊക്കെ സഹിക്കും? പറ്റില്ല മീനു, എനിക്കതൊന്നും സഹിക്കാൻ ഒരിക്കലും സാധിക്കില്ല. അച്ഛ, സഹിച്ചേ പറ്റൂ. വേറൊരു വഴിയും നമ്മുടെ മുന്നിലില്ല. അച്ഛൻ്റെ നാവിൽ നിന്ന് അലോകിൻ്റെ പേര് വീണു പോയി കഴിഞ്ഞാൽ അച്ഛൻ്റെ 3 മക്കളും വെറുതെ ഇരിക്കുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ എന്ന് മീനു ചോദിക്കാം. അലോകിൻ്റെ കഴുത്ത് അവർ വെട്ടിക്കൊണ്ട് വരും. അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ വീണ്ടും തകർച്ച നമുക്ക് മാത്രമാണ്. അച്ഛനൊന്ന് ആലോചിച്ച് നോക്ക്, നമുക്ക് എന്തൊക്കെ നഷ്ടങ്ങളുണ്ടായി എന്ന് ചോദിക്കുകയാണ്. നമുക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ടു. ദേവി അടുത്ത് ഈ അവസ്ഥയിലായി. ആനന്ദേട്ടൻ്റെ അവസ്ഥ കണ്ടില്ലേ? ഈ ആനന്ദേട്ടനാണ് മാനസികമായിട്ട് ആകെ തകർന്നു പോയി. ഇങ്ങനൊരവസ്ഥയിൽ ഇതുകൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാകും? ഇനി ഒരു ആഘാതം കൂടി ഇതിൻ്റെ കൂടെ സഹിക്കാൻ നമുക്ക് പറ്റുമോ അച്ഛാ? അച്ഛൻ തന്നെ ചിന്തിച്ചു നോക്ക്. അതല്ല, ഈ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ആര്യനും ആകാശം കൂടി അലോകിനോട് പ്രതികാരം വീട്ടാനായിട്ട് ഇറങ്ങും. അതിൻ്റെ പരിണിത ഫലം എന്തൊക്കെയായിരിക്കുമെന്ന് അച്ഛനൊന്ന് ചിന്തിച്ചു നോക്കിക്കേ എന്ന് മീനു ബാലനോട് പറയാണ് കേട്ടോ. അത് കേൾക്കുന്ന ബാലൻ മീനു പറഞ്ഞ കാര്യം ഒന്ന് ആഴത്തിൽ ചിന്തിക്കുകയാണ്. അച്ഛൻ്റെ നാവിൽ നിന്നും അലോകിൻ്റെ പേര് വീഴരുത് അച്ഛാ, അത് വീണ് കഴിഞ്ഞാൽ വലിയ ഭവിഷ്യത്ത് തന്നെ സംഭവിക്കും എന്ന് പറയാം. ബാലൻ്റെ കുടുംബത്തിൽ കയറി ഇത്രയേറെ നാറിയ കളികൾ കളിച്ച അവനോട് ഞാൻ ഒന്നും ചെയ്യാതിരുന്നാൽ അതെങ്ങനെ ശരിയാവും മോളെ എന്ന് ചോദിക്കാം. ഇത് പ്രതികാരം വീട്ടാനുള്ള സമയമല്ല അച്ഛാ. അച്ഛൻ നമ്മുടെ സാഹചര്യം നോക്കണം. ദേവിയെടുത്തി ആകെ തകർന്നിരിക്കുക. ആനന്ദേട്ടനും ഈ സമയം നമുക്ക് അവരെ എങ്ങനെയെങ്കിലും പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ പ്രതികാരം എന്നും പറഞ്ഞ് കൃഷ്ണമംഗലത്തുകാരുടെ പിന്നാലെ പോയാൽ കൂടുതൽ പ്രശ്നങ്ങൾ
പ്രശ്നങ്ങളിലേക്ക് അത് വഴിതിരിക്കുള്ളൂ എന്ന് പറയാം. ഇപ്പം തന്നെ ആകാശേട്ടനും ആര്യനും വരും. അവരോട് ഒരിക്കലും അലോകിൻ്റെ പേര് അച്ഛൻ്റെ നാവിൽ നിന്ന് വീഴാൻ പാടില്ല എന്ന് പറയാണ്. പെട്ടെന്ന് ആര്യനും ആകാശം കൂടി അവിടേക്ക് കയറി വരികയാണ് കേട്ടോ. അപ്പം മീനുവും ബാലനും നിൽക്കുന്ന കാണുമ്പം അടുത്തേക്ക് ചെല്ലുക. എന്താ സംഭവിച്ചത്, ഏടത്തിക്ക് എന്താ പറ്റിയത് എന്ന് ആകാശം ചോദിക്കുക. അത് എന്നിപ്പോൾ ബാലൻ എന്തു പറയുന്നു പേടിച്ചാ മീന് നിൽക്കുന്നത്. പെട്ടെന്ന് മീന് ചാടിക്കയറി പറയും, ഏടത്തി ഒന്ന് വീണതാ. വീഴുകയോ? നിങ്ങളെല്ലാവരും വീട്ടിലില്ലായിരുന്നോ? എന്നിട്ട് ഏടത്തിയെ നോക്കാൻ ആ വീട്ടിൽ ആർക്കും സാധിച്ചില്ലേ എന്ന് ആകാശം ചോദിക്കുക. അത് പിന്നെ എന്ന് പറഞ്ഞ് മീനു എന്തു പറയണമെന്ന് അറിയാതെ നിൽക്കുക. പരസ്പരം പഴി ചാരിയിട്ട് ഇപ്പം ഒരു കാര്യമില്ല ആകാശെ എന്ന് ബാലൻ പറയാണ്. ഇപ്പൊ വന്ന ഈ സാഹചര്യം എങ്ങനെ നമുക്ക് മറികടക്കാം എന്നാ ചിന്തിക്കേണ്ടത്. എന്നിട്ട് ഏടത്തി എവിടെ എന്ന് ആരും ചോദിക്കാണ് കേട്ടോ. ഐസിയുവിലാ. ഏടത്തി ആകെ തകർന്നു പോയി എന്ന് പറയാ. ഏടത്തിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുക. ഏടത്തി കുഴപ്പമൊന്നുമില്ല. അപ്പൊ കുഞ്ഞിനോ എന്ന് ആരും വീട് ചോദിക്കുമ്പോൾ ആകാശം ചോദിക്കും, കുഞ്ഞിന് എന്താ സംഭവിച്ചത്? അത് കുഞ്ഞിനെ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയണേ കേട്ടോ. മീനു ആണ് പറയുന്നത്. അത് കേൾക്കുന്ന ആകാശ് പറയും, കുഞ്ഞ് നഷ്ടപ്പെടുകയോ? എന്തൊക്കെയാ സംഭവിച്ചത്? നിങ്ങളുടെ അശ്രദ്ധ കാരണമല്ലേ ഇത് സംഭവിച്ചത്? ഏടത്തിയുടെ കൂടെ എപ്പോഴും ഒരാൾ വേണമെന്ന് ഞങ്ങൾ എല്ലാവരും മാറി മാറി പറയുന്നതല്ലേ. എന്നിട്ട് ആ പാവത്തിന് അതിൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുത്തിയിട്ട് എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് മീനുവിനോട് ആകാശ് ചോദിക്കുക. ആകാശ് ഇപ്പോൾ ഇങ്ങനെ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞ് ഒരാൾ വിഭ്രാന്തി ബാധിച്ച പോലെ ഇവിടെ ഉണ്ട്. ആനന്ദേട്ടന് ഈ സത്യം ഉൾക്കൊള്ളാൻ പോലും സാധിച്ചിട്ടില്ല. ആ പാവം മനുഷ്യൻ ആകെ തകർന്നു പോയി എന്ന് പറയാണ്. ആനന്ദേട്ടന് ഇത് ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിൽ അത് സ്വാഭാവികമല്ലേ ഏടത്തി എന്ന് ആരും ചോദിക്കുക. നമുക്ക് തന്നെ ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ? എന്തുമാത്രം ആഗ്രഹിച്ചതാ നമ്മുടെ കുടുംബത്തിൽ ഒരു കുഞ്ഞാവെ ഉണ്ടാവുന്നത്. അവൻ്റെ വരവും കാത്ത് എത്രത്തോളം സന്തോഷത്തോടെയാ എല്ലാവരും കാത്തിരുന്നത്. എന്നിട്ടിപ്പം ആ കുഞ്ഞില്ല എന്ന് പറഞ്ഞ എന്ന് ആരും ചോദിക്കുകയാണ് കേട്ടോ. അപ്പം ആകാശ് കരയെന്ന് കാണുമ്പം മീനു പോയി ആശ്വസിപ്പിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. എന്തായാലും അലോകിൻ്റെ പേര് മറച്ചു വെക്കുക തന്നെ ചെയ്തു ബാലനും മീനുവും. ഇനിയിപ്പം എന്തൊക്കെ ഉണ്ടാവുമെന്ന് നമുക്ക് വഴിയെ നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.